ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. സൗണ്ടൊന്നുമില്ല, സൗണ്ടൊക്കെ പോയിക്കണേ. അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇതാക്കി. ഞാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ, ഉറങ്ങി എണീറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ടാ. ഇന്ന് ജനലിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇതാക്കാനുള്ള അങ്ങനെ ഒരു ക്ലീനിങ് ഡേ ആയിരുന്നു. ഞാൻ മാസത്തിലൊരിക്കൽ വരുമ്പോൾ ഉമ്മച്ചിക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിയത്തിയും വന്ന് അങ്ങനെ പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കണ്. പിന്നെ ഞാൻ മേലേക്ക് കയറിയപ്പോൾ അവിടെ ആകെ പോലെ അവിടെ പിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ഇത് പിന്നെ ഞാൻ റെക്കോർഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. സുവോളജീൻ്റെയും ബോട്ടണിൻ്റെയും റെക്കോർഡും ഉണ്ട്, ലാബ് മാനുവലും ഉണ്ട്. അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അല്ലാതെ എഴുതിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ നാരങ്ങ വെള്ളം കുടിച്ച് പിന്നെ ഉച്ചയ്ക്ക് സോയാബീനൊക്കെ പൊരിച്ച് സോയാബീനും അച്ചാറും ചോറൊക്കെ കഴിച്ചിട്ടാണ്. പിന്നെ ടെറസിക്ക് വന്നതാണ് വെള്ളം ഇതാക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടാണ് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പം പിന്നെ മഴക്കാലമാണ്. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ചൂടുകാലമായിരുന്നു. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് അങ്ങനെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കാരണം ഒരു ദിവസം വെള്ളം നനച്ചില്ലെങ്കിൽ പിന്നെ അന്ന് അവിടെ എടുക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സീനിയർ തന്നൊരു ക്ലിപ്പാണ് കേട്ടോ, പെട്ടെന്ന് കണ്ടപ്പോൾ കാണിച്ചു തന്നെന്നുള്ളൂ. പിന്നെ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് ഞാൻ ഈ നാരങ്ങ എടുക്കാൻ വന്നതാണ്. ഇത് കുറച്ചും കൂടി വലുതാവും കേട്ടോ, നല്ല മണമാണ്. പിന്നെ നമ്മൾ വെള്ളം കലക്കിയാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ ഇങ്ങനെ ജനലൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് വന്നതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്താനിരുന്നാലോ എന്നുള്ളൊരു ഇതിൽ ഞാൻ മേലേക്ക് വന്ന് റെക്കോർഡൊക്കെ എടുത്ത് പിന്നെയാണ് റെക്കോർഡ് പൊതിഞ്ഞാലോ എന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നെ ഞാൻ പൊതി തപ്പണ തിരക്കില്ലേനി. ഇവിടെ സൈഡിൽ കുറേ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ നിന്ന് ഞാൻ പൊതി തപ്പിയെടുക്കണം. കാരണം കുറേ കാലമായി അതിൻ്റെ ഉള്ളിൽ കണ്ട് വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് എടുത്തിട്ടില്ല. അല്ലാ അതിൻ്റെ അവസ്ഥ നോക്കി. അപ്പം ഞാൻ റെക്കോർഡ് 2 പൊതിയണം. വേറെ റെക്കോർഡ് ഉണ്ട്, പക്ഷെ ഞാൻ ഇങ്ങോട്ടാകെ സുവോളജിയും ബോട്ടണിയും മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് പൊതിയണം. അതിൻ്റെ ഇടയിൽ ഇനി കുറേ എഴുതാനുണ്ട്. ഒക്കെ ഇതൊക്കെ വേണം. ഇതുണ്ടല്ലോ, ഞാനിങ്ങനെ ഫസ്റ്റ് തന്നെ വരച്ചതാണ്. അപ്പോൾ ചെറുതായിട്ട് അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ നല്ലോണം കാണുന്നുണ്ട്. ഇനി കുറച്ചും കൂടി കട്ടിയിൽ വരച്ചാൽ പേജ് കയറും എന്നുള്ള അവസ്ഥയിൽ വരെ എത്തിക്കണ്. അങ്ങനെ അപ്പുറത്തെ പേജൊക്കെ വരരുത് എന്നാണ് ടീച്ചർ പറഞ്ഞത്. കണ്ടാൽ എന്താ പറയുക അറിയാം. പിന്നെ ഒക്കെ കഴിഞ്ഞപ്പം അത്യാവശ്യം സമയമായിക്കണ് കിടക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ.